ഇന്ത്യൻ ജനതയുടെ കാനഡ സ്വപ്നങ്ങൾക്ക് ഉടൻ അവസാനം കുറിക്കുമെന്ന രീതിയിൽ പുതിയ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന കാനഡ ആ നയത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ദക്ഷിണേഷ്യൻ സമൂഹങ്ങൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ കുത്തനെ വർധനവുണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യൻ വംശജർക്കെതിരായ വിദ്വേഷം നിറഞ്ഞ അധിക്ഷേപങ്ങളുടെ ഉപയോഗം 2019-നും 2023-നും ഇടയിൽ 1.35% വർദ്ധിച്ചതായിട്ടാണ് UK ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്ക് പറയുന്നത്. തീവ്രവാദം, വിദ്വേഷം, തെറ്റായ വിവരങ്ങൾ എന്നിവയെ ചെറുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന UK ആസ്ഥാനമായുള്ള ഒരു ലാഭേച്ഛയില്ലാത്ത സംഘടനയും തിങ്ക് ടാങ്കുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് ഡയലോഗ് പ്രകാരം 2019-നും 2023-നും ഇടയിൽ ദക്ഷിണേഷ്യൻ സമൂഹങ്ങൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ 22.7% വർദ്ധിച്ചിട്ടുണ്ട്. വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. IACയുടെ കണക്കനുസരിച്ച് ഇതേ കാലയളവിൽ എക്സിൽ ദക്ഷിണേഷ്യൻ വിരുദ്ധ അധിക്ഷേപങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ പ്രധാനമായും ഇന്ത്യൻ വംശജരായ കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുള്ളവ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. ദക്ഷിണേഷ്യൻ വിരുദ്ധ ഓൺലൈൻ വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനവ് കാനഡയിൽ മാത്രമല്ല US-ലും UK-ലും കണ്ടുവരുന്നുണ്ടെന്നും വ്യക്തമാക്കുകയാണിപ്പോൾ. ഇത് ഈ സമൂഹങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ സുരക്ഷയെ അപകടത്തിലാക്കുക മാത്രമല്ല, അവരുടെ പൗര ഇടപെടലിനെയും പൊതുജീവിതത്തിലെ പങ്കാളിത്തത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. കനേഡിയൻ തിരഞ്ഞെടുപ്പിന് മുൻപ് ദക്ഷിണേഷ്യൻ വിരുദ്ധത ഓൺലൈനിൽ വർദ്ധിച്ചുവെന്നും ഇതിന് ആഭ്യന്തര തീവ്രവാദികൾ കാരണമായെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കാനഡയിലെ ഫെഡറൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2025 മാർച്ച് 1-നും ഏപ്രിൽ 20-നും ഇടയിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ദക്ഷിണേഷ്യൻ വിരുദ്ധ വാചകങ്ങൾ അടങ്ങിയ 2300-ലധികം പോസ്റ്റുകൾ പങ്കിട്ടു. ഇത് മൊത്തത്തിൽ 1.2 ദശലക്ഷത്തിലധികം ഇടപഴകലുകൾ സൃഷ്ടിച്ചുവെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രസ്താവിച്ചു. അധിക്ഷേപം പോലുള്ള കീവേഡുകളുടെ ഉപയോഗം ദക്ഷിണേഷ്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള വെറുപ്പിന്റെ വ്യാപ്തിയുടെ സൂചന നൽകുകയാണ്. ഏറ്റവും സാധാരണയായ അധിക്ഷേപങ്ങളിലൊന്നാണ് പജീദ്. ഇന്ത്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കണ്ടുപിടിച്ച പേരാണത്. ചില തീവ്ര വലതുപക്ഷ അക്കൗണ്ടുകൾക്കിടയിൽ ഇത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. തീവ്ര വലതുപക്ഷ ഉപയോക്താക്കൾക്കിടയിൽ പജീദ് അതിന്റെ വകഭേദങ്ങളും ഇപ്പോഴും പ്രചാരണത്തിലുണ്ടെങ്കിലും നിരവധി ഗ്രൂപ്പുകൾ അവ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. 2023 മെയ് മുതൽ 2025 ഏപ്രിൽ വരെ കനേഡിയൻ പശ്ചാത്തലത്തിൽ പജീദും മറ്റ് ദക്ഷിണേഷ്യൻ വിരുദ്ധ അധിക്ഷേപങ്ങളും ഉൾപ്പെടെ 26,600-ലധികം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതേസമയം മുസ്ലിം വിരുദ്ധ അധിക്ഷേപങ്ങൾ അടങ്ങിയ ഏകദേശം 1,600 പോസ്റ്റുകൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. കാനഡയിലെ ഇന്ത്യക്കാർ പലപ്പോഴും വൃത്തിയില്ലാത്തവർ, വൈദഗ്ധ്യമില്ലാത്തവർ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നവർ എന്നിങ്ങനെ ചിത്രീകരിക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകൾക്ക് വിധേയരാകാറുണ്ട്. ഇന്ത്യക്കാർ വൃത്തികെട്ടവരും അപകടകാരികളും ഗോത്രപരമായി ചിന്തിക്കുന്നവരുമാണെന്ന വിശാലമായ സ്റ്റീരിയോ ടൈപ്പുകൾ വിദ്വേഷകരമായ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർ അമിതമായി വിദ്യാഭ്യാസം നേടിയവരാണെന്ന മുൻകാല കാരിക്കേച്ചറുകളിൽ നിന്ന് വ്യത്യസ്തമായി അവരെ പലപ്പോഴും ഔപചാരിക കഴിവുകളോ പരിശീലനമോ ഇല്ലാത്തവരായി ചിത്രീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. വെള്ളക്കാരല്ലാത്തവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം രാജ്യത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ മനഃപൂർവ്വം മാറ്റം വരുത്താനുള്ള വരേണ്യവർഗത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആരോപിക്കുന്ന പരോക്ഷമായി സെമിറ്റിക് വിരുദ്ധ ഗൂഢാലോചന സിദ്ധാന്തമായ ഗ്രേറ്റ് റീപ്ലേസ്മെന്റിന്റെ വിളിച്ചോതുന്ന ഭാഷയിലൂടെയാണ് ഇന്ത്യക്കാർ സാധാരണയായി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ട് നിരീക്ഷിച്ച് പറയുകയാണ്. നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാനഡയിലെ ദക്ഷിണേഷ്യൻ വിരുദ്ധ വിദ്വേഷത്തിന് ഒരു പ്രധാന സംഭാവന നൽകുന്നത് തീവ്രവാദ ശൃംഖലയായ ഡയഗോലോൺ ആണ്. 2020 അവസാനത്തോടെ തീവ്ര വലതുപക്ഷ ലൈവ് സ്ട്രീമർമാരുടെയും അവരുടെ പിന്തുണക്കാരുടെയും ഒരു കൂട്ടായ്മയായി ഇത് ഉയർന്നു വന്നതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. മുൻ കനേഡിയൻ സായുധസേനാ അംഗവും യഥാർത്ഥ വ്യക്തിമേധാവിയുമായ ജെറമി മെക്കൻസി നയിക്കുന്ന ഈ സ്ട്രീമർമാർ വംശീയതയെയും സർക്കാർ വിരുദ്ധ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. വിമർശനങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പലപ്പോഴും നർമ്മത്തിന്റെയും വിരോധാഭാസത്തിന്റെയും കനത്ത അളവിൽ മൂടപ്പെട്ടിരിക്കുന്നു. കാനഡയിലുടനീളം ഓൺലൈനും ഓഫ്ലൈനും ദക്ഷിണേഷ്യൻ വിരുദ്ധ വിദ്വേഷം വർദ്ധിച്ചു വരുന്നത് ഈ സമൂഹങ്ങൾക്കും രാജ്യത്തിന്റെ സാമൂഹിക ഘടനയ്ക്കും അടിയന്തര ഭീഷണിയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.